ഞാനതിൻ്റെ ഫ്രണ്ട് പേജിലെ 2-3 സാക്ഷ്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ഇത്രയും പേർക്ക് അമ്മ സൗഖ്യം കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൂടെ ഒന്ന് തന്നാലെന്നാ, എനിക്കൂടെ ഒരു അത്ഭുതം തന്നാലെന്താ എന്നൊക്കെ ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അത്രയും വായിച്ചു കഴിഞ്ഞപ്പം ഒരു ക്ഷീണം തോന്നി. ഞാൻ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് എന്ത് പറയണം, ആരോടൊക്കെ പറയണം എന്നൊന്നും അറിയത്തില്ല. എൻ്റെ ദേഹത്തെ ചുമല കളർ മൊത്തം പോയി. ഞാൻ ആരോട് പറയാനാ? ഞാൻ പിന്നെ അവിടെ നിന്ന് നേഴ്സിനെയൊക്കെ വിളിച്ച് കാണിച്ചു, ഇങ്ങനെയാ എൻ്റെ ദേഹത്തെ കളറ് പോയി എന്നൊക്കെ. ആ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ മാതാവിനെ കണ്ടത്. എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ കയ്യിൽ തൊടുന്നതായിട്ട് കണ്ടു. എൻ്റെ പേര് റെമി സജീവ്. ഞാൻ കോട്ടയം ജില്ലയിൽ ഏന്ത്യാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. അതിനുശേഷം എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അനിയത്തമ്മയുടെ മോൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ തിരുവൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ അനിയത്തിയുടെ മോള് ഹൈദരാബാദിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. അവൾക്ക് അവിടെ വെച്ച് പെട്ടെന്നൊരു പനി ഉണ്ടാകുകയും ആ പനി ഹൈ ഫീവറായി തീരുകയും ചെയ്തു. അവൾ ബോധമില്ലാതെ പോയി. അവരവിടുന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ പറഞ്ഞു സാധാരണ പനിയാണെന്ന് പറഞ്ഞ് മെഡിസിൻ കൊടുത്തു. പക്ഷേ കൊച്ച് ഹോസ്റ്റലിൽ ബോധമില്ലാതെ കിടന്നു. അവരവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് അറിയിച്ചു. പെട്ടെന്ന് തന്നെ വേറൊരു കുട്ടിയെയും കൂട്ടി അവർ ഫ്ലൈറ്റിന് കയറ്റി നാട്ടിലേക്ക് വിട്ടു. ഇവിടെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം പറഞ്ഞു, അവർ പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഡെങ്കു പനിയാണ് എന്ന് പറഞ്ഞു. അവർ കൗണ്ട് നോക്കിയപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 5000 ആയി പോയി. നമുക്ക് 1.5 ലക്ഷമാണ് വേണ്ടിയത്. അവർ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോ, സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരമുണ്ട് കാരിത്താസിൽ ചെല്ലുവാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു. പെട്ടെന്ന് ഇവിടുന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ICUലോട്ട് അവിടുന്ന് റെഫർ ചെയ്യുമായിരുന്നു. അവരവിടെ അറേഞ്ച് ചെയ്തു. ICUലോട്ട് കയറ്റി. അവർ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് സീരിയസ് ആണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ അന്നേരം തൊട്ട് ഞങ്ങൾ പുറകെ പോകുമായിരുന്നു. അവിടുന്ന് ഞങ്ങളൊരു 70 കിലോമീറ്റർ വേണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താൻ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏന്ത്യാറ്റിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾ പ്രതീക്ഷണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിലിരുന്ന് ചൊല്ലി കാരിത്താസ് ഹോസ്പിറ്റലിൽ വരെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോവുകയാണ്, വയറ് മുഴുവൻ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിപ്പോയി, അതുകൊണ്ട് ഒരു രക്ഷയുമില്ല, കൊച്ചിനെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാൻ പോലും പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അവർ പെട്ടെന്ന് സ്കാൻ ചെയ്തു. ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഞങ്ങൾ വിശ്വാസ പ്രമാണം പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി കൈ പിടിച്ചും കരഞ്ഞു, എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ടില്ല, പക്ഷേ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കത്തില്ല, ബ്ലീഡിങ് ആവും. ബൾജ് ചെയ്തു പോയി, വയറെല്ലാം ബൾജ് ചെയ്തു, പാൻക്രിയാസ് ബൾജ് ചെയ്തു, ലിവറിൻ്റെ ബൾജ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവളെ പെട്ടെന്ന് ICUലോട്ട് തന്നെ കൊണ്ടുപോയി. പിന്നെ ഒരു വിവരവും ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങളോട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 5000 ഉള്ളൂ, ഞങ്ങളത് 6 പേരുടെ ബ്ലഡ് വേണം പ്ലേറ്റ്ലെറ്റ് എടുക്കാൻ. അവർ ബ്ലഡ് ബാങ്കിൽ നിന്ന് 6 പേരുടെ പ്ലേറ്റ്ലെറ്റ് എടുത്തു. ഇവൾക്ക് കൊടുത്തു. പക്ഷേ എന്നിട്ടും 17,000 നിൽക്കുക. 2ാമത്തെ ദിവസമായപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു 6 കുപ്പി കയറ്റിയിട്ടും 17,000 ഉള്ളൂ, നിങ്ങൾക്ക് ഒന്നും സന്തോഷിക്കാനുള്ളൊരു വകയുമായിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് ICUവിൻ്റെ വാതിക്കലിരുന്ന് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഉടമ്പടി കാശുരൂപവും ഞങ്ങൾ കൊച്ചിൻ്റെ ICUലോട്ട് കൊന്തയും കൊടുത്തു. കൊച്ചിൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് ഉള്ളം കയ്യിൽ കൊടുത്തു. ഇവക്ക് പക്ഷേ അതൊന്നും അറിയത്തില്ല, ഇവൾക്ക് അൺകോൺഷ്യസ് ആണ്. പിന്നെ 3ാമത്തെ ദിവസമായപ്പോഴത്തേന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന മുടങ്ങിയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാത്രി ബ്ലഡൊന്നും കയറ്റുന്നില്ല, കൂടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 18,000 വീണ്ടും ഒന്ന് താന്നുപോയി, 17,000 ആയിപ്പോയി. വീണ്ടും ഞങ്ങൾ അങ്ങ് പ്രാർത്ഥന തുടർന്നുകൊണ്ടേ ഇരുന്നു. വിശ്വാസ പ്രമാണമൊക്കെ എത്ര ചെല്ലിയെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ അമ്മ മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ മാതാവിന് പറഞ്ഞു, എൻ്റെ അമ്മേ ഞാൻ മോളെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം, അവൾക്ക് സൗഖ്യം കൊടുക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എന്തായാലും 3ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അന്ന് രാത്രി കഴിഞ്ഞു, 2ാമത്തെ രാത്രി കഴിഞ്ഞു, 3ാമത്തെ രാത്രിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 57,000 ആയി. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് മാതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു 1 ലക്ഷമായി.
അവൾക്ക് ബുക്സൊക്കെ ഒന്ന് വായിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ശരീരം മുഴുവൻ ചുമന്ന് കളറായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബുക്സ് വായിക്കാൻ വേണ്ടി കൊടുത്തതിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അതിൻ്റെ അകത്ത് വെച്ചു. അവൾ വായിച്ചോട്ടെ എന്നോർത്ത് കൊടുത്തു. അകത്ത് ഐസിയുവിൻ്റെ അകത്തോട്ട് കയറ്റി കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൾ പത്രം വായിച്ചുകൊണ്ട് ഒന്ന് മയങ്ങിപ്പോയപ്പോഴത്തേന് ഇവളെ മാതാവ് ഇവിടെ അടുത്ത് വന്ന് നിന്ന് കയ്യെ തൊട്ടുകൊണ്ട് നിൽക്കുവായിട്ട് ഇവൾ കണ്ടു. ഇവളത് കഴിഞ്ഞപ്പോഴത്തേന് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഞാൻ ഐസിയുവിൻ്റെ വാതിക്കൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഐസിയുവിൻ്റെ അകത്ത് കയറി. അപ്പോൾ എന്നോട് മോള് പറഞ്ഞത്, റെമിയമ്മയെന്ന് വിളിക്കുക, റെമിയമ്മേ, എൻ്റെ മാതാവ് എൻ്റെ കയ്യെ തൊട്ട് നിന്ന് എന്നെ പയ്യെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ റെഡ് കളറായിരുന്നു. ഞാൻ എൻ്റെ കളറെല്ലാം മാറി, എൻ്റെ ശരീരമെല്ലാം നിറം വന്നു എന്ന് അവൾ എന്നെ കാണിച്ചു തന്നു. എനിക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല. അതേപോലെ മാതാവ് ഇത്രയും കൊച്ചിൻ്റെ അടുത്ത് വന്ന് നിന്ന് സൗഖ്യം കൊടുത്തതിന് 1000 നന്ദി ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 ദിവസം ICU കിടന്നു. അത് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്നു. വീണ്ടും 4-5 ദിവസം കൂടെ കിടന്നു. ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ആയി. അത് കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 മാസം കൊണ്ടേ പൂർണ്ണ ആരോഗ്യം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. മസിൽസിൻ്റെ എല്ലാം ബലം പോയി. ഞങ്ങൾ പിടിച്ചുകൊണ്ടൊക്കെ വേണമായിരുന്നു ബാത്റൂമിലും ഒക്കെ കൊണ്ടുപോകാൻ. മാതാവിൻ്റെ ഉള്ള പ്രാർത്ഥന, എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. മാതാവിനോട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മ മാതാവേ സൗഖ്യം കൊടുക്കണേ, അവൾക്ക് ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാണേലും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അവൾ ഇവിടെ വന്നിരിക്കുവാണ്. തിങ്കളാഴ്ച അവൾ തിരിച്ച് ഹൈദരാബാദിന് പോകും. ഇതൊരു അത്ഭുത രോഗസൗഖ്യമാണ്. അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന ഈ അത്ഭുത രോഗസൗഖ്യത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പരിശുദ്ധ അമ്മയെ ICUവിൽ കിടന്ന് കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കണ്ട ആളാണ് കൂടെ നിൽക്കുന്നത്. ഈ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അപ്പം ആ മകൾ തന്നെ അതിനെക്കുറിച്ചൊന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ വ്യക്തമാണ്. അപ്പം അവൾ എന്താണ് കണ്ടതെന്നോ അതൊന്ന് മോളൊന്ന് പറയണം. ഞാനാണ് ഈ പറഞ്ഞ അന്ന. അപ്പോൾ രമ്യമ്മ പറഞ്ഞ പോലെ ICU കിടന്നപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തം ചുമല കളറായിരുന്നു. ചോര കുത്തുകുത്തു പോലെ എൻ്റെ ദേഹം മൊത്തമായിരുന്നു. അന്നേരം ഇങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൃപാസന പത്രവും അതിൻ്റെ കൂടെ വെച്ച് തന്നായിരുന്നു. ഞാനതിൻ്റെ ഫ്രണ്ട് പേജിലെ 2-3 സാക്ഷ്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ഇത്രയും പേർക്ക് അമ്മ സൗഖ്യം കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൂടെ ഒന്ന് തന്നാലെന്നാ, എനിക്കൂടെ ഒരു അത്ഭുതം തന്നാലെന്നാ എന്നൊക്കെ ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അത്രയും വായിച്ചു കഴിഞ്ഞപ്പം ഒരു ക്ഷീണം തോന്നി. ഞാൻ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് എന്ത് പറയണം, ആരോടൊക്കെ പറയണം എന്നൊന്നും അറിയത്തില്ല. എൻ്റെ ദേഹത്തെ ചുമല കളർ മൊത്തം പോയി. ഞാൻ ആരോട് പറയാനാ? ഞാൻ പിന്നെ അവിടെ നിന്ന് നേഴ്സിനെയൊക്കെ വിളിച്ച് കാണിച്ചു, ഇങ്ങനെയാ എൻ്റെ ദേഹത്തെ കളറ് പോയി എന്നൊക്കെ. ആ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ മാതാവിനെ കണ്ടത്. എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ കയ്യിൽ തൊടുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഉറക്കം എണ്ണീറ്റപ്പോഴാണ് എൻ്റെ ദേഹത്തെ പാടുകളെല്ലാം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്.